നമ്മൾ കേരളത്തിന് പുറത്തേക്ക് ക്യാമറ തിരിക്കുകയാണ്. 318 കിലോമീറ്റർ ബംഗ്ലാദേശുമായും 510 കിലോമീറ്റർ മ്യാൻമറുമായും അതിർത്തി പങ്കിടുന്ന കൊച്ചു സംസ്ഥാനം മിസോറാം മുഴുവനായും ഒരൊറ്റ ലോക്സഭാ മണ്ഡലമാണ്. ജനസംഖ്യയുടെ 90% വരുന്ന ഗോത്രവിഭാഗത്തിന് മണ്ഡലം സംവരണം ചെയ്തിരിക്കുന്നു. കാലങ്ങളായി കോൺഗ്രസും മിസോ നാഷണൽ ഫ്രണ്ടും തമ്മിലായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പോരാട്ടം. എന്നാൽ ഇത്തവണ ആ കഥ വേറെയാണ്. ചതുഷ്കോണ മത്സരമാണ് ഇത്തവണ മിസോറമിൽ. സംസ്ഥാനം ഭരിക്കുന്ന സോറം പീപ്പിൾസ് മൂവ്മെന്റ് ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് മിസോ നാഷണൽ ഫ്രണ്ട്. കോൺഗ്രസ് ആകട്ടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലും. BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ വളർച്ച നിലനിർത്തുകയും വേണം. 1971 മുതൽ 13 പൊതു തെരഞ്ഞെടുപ്പുകൾ. 84 ശേഷം കൂടുതൽ കാലവും മണ്ഡലം കോൺഗ്രസിന്റെ കൈപ്പിടിയിലായിരുന്നു. 1999 മുതൽ 2004 വരെ MP ഉണ്ടായിരുന്ന മിസോ നാഷണൽ ഫ്രണ്ടിന് പിന്നെ ഒരു അവസരം കിട്ടിയത് 2019 മാസങ്ങളുടെ ഇടവേളയിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വോട്ട് ചെയ്യുന്നവരാണ് മിസോറം ജനത. സംസ്ഥാന ഭരണം ഏൽപ്പിക്കുന്നവരെ തന്നെ പാർലമെന്റിലേക്ക് അയക്കുന്നതാണ് പതിവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ 27 സീറ്റും നേടി അധികാരത്തിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് മിസോ ജനതയുടെ പുതിയ പ്രതീക്ഷയായ സോറം പീപ്പിൾസ് മൂവ്മെന്റ്. ജനപ്രീതിയിടിഞ്ഞ MNFന് നിയമസഭയിൽ 10 സീറ്റ് മാത്രമാണുള്ളത്. പലവട്ടം സംസ്ഥാനം ഭരിച്ചിട്ടുള്ള കോൺഗ്രസിന് ജയിക്കാനായത് ഒരു സീറ്റിൽ മാത്രം. BJP അംഗസംഖ്യ 2 ഉയർത്തി. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട 4 പാർട്ടികളും ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംരംഭകനായ റിച്ചാർഡ് വൻലാൽ മാംഗയെ ആണ് ZPM സ്ഥാനാർത്ഥി. MNFനു വേണ്ടി രാജ്യസഭാംഗമായ വൻലാൽ വന ലോക്സഭയിലേക്ക് മത്സരിക്കും. മുൻ ആഭ്യന്തര സെക്രട്ടറി ലാൽ ബയാക്സമയെ ആണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വൻലാൽ മുവാക്കയാണ് BJP സ്ഥാനാർത്ഥി. മണിപ്പൂർ മുതൽ മ്യാൻമർ വരെ മിസോറാമിൽ ചർച്ചാ വിഷയമാണ്. മണിപ്പൂർ കലാപത്തെ തുടർന്ന് ആയിരക്കണക്കിന് കുക്കി വിഭാഗക്കാരാണ് മിസോറാമിൽ അഭയം പ്രാപിച്ചത്. മ്യാൻമറിലെ സൈനിക അട്ടിമറിക്ക് പിന്നാലെ പലായനം ചെയ്ത 30,000-ലേറെ ചിൻ വിഭാഗക്കാരെയും ബംഗ്ലാദേശിൽ നിന്നെത്തിയ കുക്കി ചിൻ വിഭാഗക്കാരെയും മിസോറാം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മിസോറാമിലെ ഭൂരിപക്ഷം വരുന്ന മിസോ ഗോത്രം കുക്കി ചിൻ വിഭാഗക്കാരുമായി വംശീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു. NDAയുടെ ഭാഗമായിരുന്ന MNFനെ BJPയിൽ നിന്നകറ്റിയത് കേന്ദ്രത്തിന് മണിപ്പൂരിലുണ്ടായ നിസ്സംഗതയും അഭയാർത്ഥികളോടുള്ള പ്രതികൂല സമീപനവുമാണ്. ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് സംസ്ഥാന ഭരണം പിടിച്ച ZPM BJPയുമായി കൂട്ടുകൂടുന്നുവെന്ന് MNF ഇപ്പോൾ ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനവും ഭാരത് ജോഡോ ന്യായയാത്രയുമൊക്കെ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. 2006 മുതൽ മാതൃകാപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മിസോറം. അതിനു കാരണം പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൽ പൗരസംഘടനകൾ പുലർത്തുന്ന ജാഗ്രതയാണ്. വലിയ പരസ്യങ്ങൾക്കും വീട് കയറിയുള്ള വോട്ട് ചോദിക്കലിനുമൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പണക്കൊഴുപ്പ് കൊണ്ടോ കെട്ടുകാഴ്ചകൾ കൊണ്ടോ വോട്ടർമാരെ സ്വാധീനിക്കാനാകില്ല. S. രാംകുമാർ, ഇലക്ഷൻ ഡെസ്ക്, 24.